ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോഷ്യൽ ടിപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വർഷം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വിധം ഒരു നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന സോഷ്യൽ സയൻസിലെ അതിനെ വളരെ ലളിതമായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ചെറിയ കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത്. വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിൽ ആ പാഠഭാഗങ്ങളെ നമ്മൾ ഒരാവർത്തി നമ്മൾ വായിക്കുകയാണ് ഈ വീഡിയോകളിലൂടെയൊക്കെ. നമ്മൾ ആദ്യമായി 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠം റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്നാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഏകദേശം ആ പാഠഭാഗത്തിൽ 5ഓളം വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ലോകത്തെ തന്നെ മാറ്റിമറിച്ച ലോക ചരിത്രത്തിന്റെ ഭാഗമായ 5ഓളം വിപ്ലവങ്ങളെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. എന്താണ് വിപ്ലവങ്ങൾ? നമ്മൾ ആ പാഠത്തിന്റെ പേര് നമ്മൾ ശ്രദ്ധിച്ചു, റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. റവല്യൂഷൻ എന്താണ്? വിപ്ലവം. നമ്മൾ പറഞ്ഞ ലോകത്തെ സ്വാധീനിച്ച 5ഓളം വിപ്ലവങ്ങൾ. എന്താണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ? വിപ്ലവം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ നമുക്കതിനെ ഇങ്ങനെ നിർവചിക്കാം. അഥവാ നിലവിലുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥകളെ മാറ്റി പകരം പുതിയ ഒരവസ്ഥകളെ സൃഷ്ടിക്കുന്നതിനെ, അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത്. അഥവാ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ തല്ലിക്കെടുത്തുമ്പോ നമ്മൾ അതിനെതിരെ ചിലപ്പോ അക്രമമുറകൾ സ്വീകരിച്ചിട്ടാണെങ്കിലും സമരമുറകൾ സ്വീകരിച്ചിട്ടാണെങ്കിലും നമ്മൾ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടൊക്കെ നമ്മൾ ചെയ്ത് ആ അവസ്ഥകളെ മാറ്റി പകരം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല അവസ്ഥയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് വിപ്ലവം എന്ന് പറയാം. നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുമ്പോ എന്താണ് വാട്ട് യു മീൻ ബൈ റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ ഇങ്ങനെയാണ് നമ്മളെ പഠിക്കുന്നത്. എങ്ങനെ? ഓൾ സ്ട്രഗിൾസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ സ്ട്രഗിൾസ്, എല്ലാ വിധത്തിലുള്ള പോരാട്ടങ്ങളും, സമരമാവാം, സായുധ സമരങ്ങളാവാം, സഹന സമരങ്ങളാവാം, എന്തുമാവാം. അപ്പോ ഓൾ സ്ട്രഗിൾസ് ദാറ്റ് ട്രൈഡ് ടു ചേഞ്ച് ദ സിസ്റ്റം. കണ്ടോ? നിലവിലുള്ള അവസ്ഥകളെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ സ്ട്രഗിൾസും. എന്നിട്ടോ ദാറ്റ് ഡിനൈഡ്, എങ്ങനത്തെ അവസ്ഥകളാണ്? നിലവിലുള്ള അവസ്ഥനെ വെറുതെ എല്ലാവരും കൂടി ചിന്താവിളിച്ച് മാറ്റാൻ പാടില്ല, അങ്ങനെയല്ല. എങ്ങനെയുള്ള അവസ്ഥകളെയാണ്? ദാറ്റ് ഡിനൈഡ് ഫ്രീഡം ആൻഡ് റൈറ്റ്സ്, അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും നിഷേധിക്കുന്ന നിലവിലുള്ള അവസ്ഥകളെ മാറ്റാൻ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും. എന്നിട്ടോ അങ്ങനെ വെറും സമരം വിളിച്ചിങ്ങനെ നടന്നാൽ അത് വിപ്ലവമാവോ? ആവൂല. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ വൺ, അങ്ങനെ പുതിയ ഒരു അവസ്ഥയെ, സ്വാതന്ത്ര്യമുള്ള, എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുന്ന ഒരു നല്ല സിസ്റ്റത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന വിപ്ലവങ്ങളെയാണ്, പോരാട്ടങ്ങളെയാണ്, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രതിഷേധങ്ങളെയാണ്, നമ്മൾ നടത്തുന്ന ഓൾ ടൈപ്പ് ഓഫ് സ്ട്രഗിൾസ്, ഓൾ ടൈപ്സ് ഓഫ് സ്ട്രഗിൾസ്, അതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? റവല്യൂഷൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റവല്യൂഷൻസ് ചിലപ്പോ നമ്മുടെ ഗാന്ധിജിയൊക്കെ ചെയ്ത പോലുള്ള സഹന സമര മാർഗങ്ങളായ ആയേക്കാം. കണ്ടോ? പീസ്ഫുൾ മീൻസ്, അഥവാ സമാധാനപരമായ മാർഗങ്ങളിലൂടെ നമുക്ക് വേണമെങ്കിൽ നിലവിലുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകളെ മാറ്റിമറിക്കാം. അതേമാതിരി ചിലപ്പോ ആർമഡ് റിബല്യൻസ്, ചിലപ്പോ നമ്മുടെ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്ന പോലെയുള്ള അമേരിക്കൻ റവല്യൂഷനൊക്കെ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പരിചയപ്പെടുന്ന സംഭവമാണ്. ആ ജനങ്ങൾ ചെയ്ത പോലെയുള്ള യുദ്ധമുറകൾ സ്വീകരിച്ചുകൊണ്ട് നിലവിലുള്ള അവസ്ഥകളെ മാറ്റാം. അപ്പൊ അത് പീസ്ഫുൾ മീൻസ് സമാധാനപരമായ മാർഗങ്ങളിലൂടെ ആവാം, അക്രമങ്ങളുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളിലൂടെ ആവാം, ആയുധങ്ങൾ ഉപയോഗിച്ചാവാം. എങ്ങനെയാണെങ്കിലും നിലവിലുള്ള അവസ്ഥകളെ മാറ്റി പുതിയ ഒന്നിനെ, സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഇല്ലാത്ത നിലവിലെ അവസ്ഥയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഓൾ ടൈപ്സ് ഓഫ് സ്ട്രഗിൾസ് ദാറ്റ് ഈസ് നൗൺ ആസ് റവല്യൂഷൻസ്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചോദ്യം, ഈ അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻസ്, ചൈനീസ് റവല്യൂഷൻസ്, ഇങ്ങനെ ഒരുപാട് റവല്യൂഷൻസ്, നമ്മൾ 4-5 റവല്യൂഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, നമ്മൾ പറയുന്നുണ്ടല്ലോ. ലോകത്ത് അതുപോലെ അനേകായിരം റവല്യൂഷൻസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, വിപ്ലവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ്
ഇത് പെട്ടെന്നൊരു നിമിഷം ആളുകൾക്ക് തോന്നി ആ നാളെ മുതൽ ഇങ്ങനെയൊന്നും പോരട്ടെ, നാളെ മുതൽ ഇവിടെ സമരം തന്നെ വെറുതെ ആൾക്കാർക്ക് തോന്നുക. അത് ഉറങ്ങി നീച്ചിങ്ങനെ കണ്ണൊക്കെ തിരിഞ്ഞ് നീച്ചു നോക്കിയപ്പോ പിന്നെ ഇന്ന് ഈ സ്വാതന്ത്ര്യം ഇല്ലാതെ ഈ കൊലത്തിൽ നടന്നാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, സ്വാതന്ത്ര്യങ്ങൾ വേണമെന്ന് പെട്ടെന്നൊരു സമരത്തിന് അങ്ങോട്ട് തോന്നിയതാണോ? അല്ലെ, വെറുതെ ഒരു നിമിഷം നീച്ചിട്ട് ഉറങ്ങി വെച്ചിട്ട് തലക്കടി പായൊക്കെ മടക്കി നോക്കുമ്പോ സ്വാതന്ത്ര്യം ഇല്ല എന്നൊരു തോന്നല്, അപ്പൊ എന്താ ചായ ഇടുന്നതിന് മുമ്പ് ഒരു റവല്യൂഷൻ നടത്തി വരാനുള്ള ഒരു തോന്നൽ നടത്തിയപ്പോ ആൾക്കാർ ഇറങ്ങിയതാണോ? അല്ല. ഈ റവല്യൂഷൻസ് ഒക്കെ നടത്താൻ അതിനു മുമ്പ് ഒരുപാട് പ്രേരണകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചിന്തകന്മാരുടെ, ഒരുപാട് എഴുത്തുകാരന്മാരുടെ ഒക്കെ നിരന്തരമായ പ്രയത്നങ്ങൾ, ആ പ്രയത്നങ്ങൾ, അവരുടെ എഴുത്തുകളും അവരുടെ കഥകളും അവരുടെ ആളുകളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തപ്പോഴൊക്കെ, ആളുകളെ ഇങ്ങനെ ഉത്തേജിപ്പിച്ച് നിർത്തിയപ്പോഴൊക്കെ, ആളുകളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് സ്വാതന്ത്ര്യത്തിനും പിന്നെ അതുപോലുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സമരമുറകൾക്കൊക്കെ ആളുകൾ ഇങ്ങനെ നിരന്തരം ആളുകൾക്ക് ഇങ്ങനെ ധൈര്യം കൊടുത്തപ്പോഴാണ് ആളുകൾക്ക് മുമ്പിൽ റിനൈസൻസ്, നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ചിന്ത ആളുകൾക്ക് കടന്നു വരുന്നത്. അപ്പൊ വിപ്ലവം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് റിനൈസൻസ് ആണ്, നവോത്ഥാനത്തെയാണ്. എന്താണ് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ രൂപപ്പെട്ട പുതിയ ചിന്തകളെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അഥവാ ആ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ മനസ്സിൽ എന്തുണ്ടാക്കി? ആളുകളുടെ ഹൃദയങ്ങളിൽ, ആളുകളുടെ ചിന്തകളിൽ അത് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എവിടേക്ക്? അവരുടെ തോട്ട്സിൽ, അവരുടെ വ്യൂസ്, അവരുടെ കാഴ്ചപ്പാടുകളിൽ, അവരുടെ ലൈഫ്, അവരുടെ ജീവിതത്തിലൊക്കെ പുതിയ ചിന്തകൾ ഉണ്ടാക്കി. ഇന്നലെ വരെ ജീവിച്ച പോലെ ഇങ്ങനെ അടിമകളായി ജീവിച്ചാൽ പോരാന്ന് ആളുകൾക്ക് തോന്നാൻ തുടങ്ങി. ഇന്നലെ വരെ ചിന്തിച്ച പോലെ അവർക്ക് മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നിട്ട് പിന്നെ അവരിങ്ങനെ പറയുന്നത് കേട്ടു നിന്നാ പോരാ, അവർക്ക് സ്വതന്ത്രമായി അവകാശങ്ങളോടുകൂടി ജീവിക്കണം എന്നുള്ള ചിന്തകള്, ആ കാഴ്ചപ്പാടുകള്, ആ ജീവിത രീതിയൊക്കെ ആളുകൾക്ക് വന്നപ്പോ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ മനസ്സിൽ അത്തരത്തിലുള്ള പുതിയ ചിന്തകൾ കടന്നു വന്നപ്പോഴാണ് റിനൈസൻസ് നമ്മൾ പറയുന്ന ആ നവോത്ഥാന ചിന്തകളാണ് ഈ റവല്യൂഷനുകളിലേക്ക്, വിപ്ലവങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. ഈ റിനൈസൻസ്, ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ അത് മോട്ടിവേറ്റഡ് ടു ക്വസ്റ്റ്യൻ ഇറാഷണൽ ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്, അഥവാ പരമ്പരാഗതമായി അവർ അംഗീകരിച്ചു പോന്നിരുന്ന ആചാരങ്ങളെ, അവരുടെ വിശ്വാസങ്ങൾ, അഥവാ മറ്റുള്ളവർക്ക് ഇങ്ങനെ അടിമപ്പെട്ട് ജീവിക്കണം എന്നൊക്കെയുള്ള ചിന്തകളെ, ആ വിശ്വാസങ്ങളൊക്കെ അത് ആളുകൾ ചോദ്യം ചെയ്യാൻ വരെ ഈ നവോത്ഥാന ചിന്തകൾ വന്നപ്പോ ആളുകൾ തയ്യാറായി എന്നാണ്. അങ്ങനെയാണ് ആ റിനൈസൻസ്, ആ നവോത്ഥാനമാണ് 18ാം നൂറ്റാണ്ടിൽ എൻലൈറ്റൻമെന്റ് എന്ന് പറയും. ജ്ഞാനോദയം, എൻലൈറ്റൻമെന്റ്. അഥവാ എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റിനൈസൻസ്, ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ അത് അതുവരെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ചിന്താഗതികളൊക്കെ ആളുകൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോ, കൂടുതൽ പഠനങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോ, ആളുകൾ സജീവമായി അവരുടെ ജീവിതങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോ അവർ ശാസ്ത്രീയമായ രീതിയിലൊക്കെ വളരാൻ തുടങ്ങി. അപ്പൊ ഈ ശാസ്ത്രീയമായ രീതിയിലുള്ള വളർച്ചയെയാണ് നമ്മൾ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, 16ാം നൂറ്റാണ്ടിലൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെ? സൂര്യൻ കറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഗലീലിയോ പോലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പോപ്പും ചർച്ചും ടീമൊക്കെ അവരെ പിന്നെ അവരുടെ ചിന്താഗതികൾക്ക് മുന്നിലും തടസ്സം സൃഷ്ടിച്ച സംഭവങ്ങൾ, അതൊക്കെ ആ യൂറോപ്പിലെ ആ കാലത്തെ ചിന്തകളാണ്. അപ്പൊ ആ ഒരു ചിന്തകൾക്കെതിരെയൊക്കെ മനുഷ്യര് വളരാൻ തുടങ്ങിയത്, അതിനെതിരെ ശാസ്ത്രീയമായ യാഥാർത്ഥ്യത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ കടന്നു വരുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യം പിന്നെ റിനൈസൻസ്, ആളുകൾക്ക് മുമ്പിൽ എഴുത്തുകാരുടെ ചിന്തകളൊക്കെ നവോത്ഥാനങ്ങളായി വന്നു. ആ നവോത്ഥാനങ്ങൾ അവർക്ക് മുമ്പിൽ എൻലൈറ്റൻമെന്റ്, ജ്ഞാനോദയമായി വന്നു. അഥവാ ഈ റിനൈസൻസ് ഗാവ് ബർത്ത് ടു എൻലൈറ്റ്മെന്റ്. ഈ നവോത്ഥാനമാണ് ജ്ഞാനോദയത്തിന് ജന്മം നൽകുന്നത്. ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അതെന്താണ്? എത്രാം നൂറ്റാണ്ടിലാണ്? 18th സെഞ്ചുറി, 18ാം നൂറ്റാണ്ടിലാണ് എൻലൈറ്റ്മെന്റ് വരുന്നത്. എന്താണ് എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് വാസ് എ പ്രോഗ്രസ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ്. ശാസ്ത്രീയമായ രീതിയിൽ മനുഷ്യന്മാരുടെ ആ വളരെ വലിയ രീതിയിലുള്ള വളർച്ചയാണ് നമ്മൾ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. ഈ മൂവ്മെന്റ്, ഈ അവരുടെ ചലനാത്മകമായ പ്രവർത്തനങ്ങൾ, അത് പ്രൊപഗേറ്റഡ് ദ ഐഡിയാസ് ഓഫ് ഫ്രീഡം, ഡെമോക്രസി, ഇക്വാലിറ്റി ആൻഡ് നാഷണലിസം.
അപ്പൊ ജനങ്ങൾക്ക് പഴയകാല ചിന്തകളെയും പഴയകാല അവരാചരിച്ചു പോന്നിരുന്ന ആ അടിമത്വത്തിന്റെ ആചാരങ്ങളൊക്കെ മാറ്റി അവര് ശാസ്ത്രീയമായ പുരോഗതികളൊക്കെ വന്നപ്പോ അവർക്ക് ഫ്രീഡം ആണെന്ന് തോന്നി. ഞങ്ങൾ എന്തുകൊണ്ട് താഴ്ന്നവരായി ജീവിക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് മറ്റു രാജ്യക്കാരുടെ അടിമകളായി ജീവിക്കുന്നു എന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഡെമോക്രസിയെ കുറിച്ച് ചിന്ത വന്നു, ഈക്വാലിറ്റിയെ കുറിച്ച് ചിന്ത വന്നു, നാഷണലിസം ദേശീയതയെ കുറിച്ച് ചിന്ത വന്നു. അവർ സമത്വവും സാഹോദര്യവും ദേശീയതയൊക്കെ ചിന്ത വന്നപ്പോ അവർക്ക് തോന്നി ഇതിനെതിരെ പ്രതിഷേധിക്കണം. അങ്ങനെ അവര് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി. ഈ പ്രതിഷേധങ്ങളെയാണ് നമ്മൾ റവല്യൂഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഈ റിനൈസൻസ്, അത് ജന്മം നൽകിയ എൻലൈറ്റൻമെന്റ്, അതുവഴി ജനങ്ങൾ സ്വരൂപിച്ച ധൈര്യങ്ങൾ വഴി ജനങ്ങൾ നടത്തിയ സമരമുറകൾ, അതാണ് റവല്യൂഷൻസ്. ഈ ചിന്തകളാണ്, ഈ റവല്യൂഷൻസിന്റെ ഉത്തേജനമാണ് പിന്നീട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നിരവധി വിപ്ലവ ഒരുപാട് പാഠഭാഗത്തിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 5ഓളം വരുന്ന വിപ്ലവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യ പാഠത്തിലെ ആദ്യത്തെ വിപ്ലവം അമേരിക്കൻ റവല്യൂഷൻ ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മള് നവോത്ഥാനവും റിനൈസൻസ്, അത് ജ്ഞാനോദയം, എൻലൈറ്റൻമെന്റ്, ആ എൻലൈറ്റൻമെന്റ് ആളുകളെ പിന്നീട് റവല്യൂഷൻസ്, ആ വിപ്ലവങ്ങൾ, ഈ വിപ്ലവങ്ങളിലേക്ക് നയിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പരിചയപ്പെടാൻ പോകുന്ന 5 വിപ്ലവങ്ങളിൽ ഒന്നാമത്തെ വിപ്ലവം. നമ്മുടെ പാഠത്തിന്റെ പേര് റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. And now we are discussing the first one. It's named American Revolution. അമേരിക്കൻ വിപ്ലവം. എന്താണ് അമേരിക്കൻ വിപ്ലവം? നമ്മൾ ആ ഭാഗങ്ങളിലേക്കാണ് ഇനി കടന്നു ചെല്ലുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ പറയാം, നമ്മൾ പറഞ്ഞ വിപ്ലവങ്ങളൊക്കെ നടക്കുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ പോരാട്ടമാണ് വിപ്ലവങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അമേരിക്കൻ ഐക്യനാടുകളിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ്, ഒരു മുദ്രാവാക്യമാണ്, ഒരു മോട്ടോ ആയിരുന്നു ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം, ആ ഒരു മോട്ടോ, ആ ഒരു തീം, അത് അമേരിക്കൻ ഐക്യനാടുകളിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ്. പ്രശസ്ത ചിന്തകനായ ജെയിംസ് ഓർട്ടിസിന്റെ വാക്കുകളായിരുന്നു ആ മുദ്രാവാക്യങ്ങൾ. നിങ്ങൾ ആ പേരുകൾ ഓർമ്മയിൽ വേണം. ഒരു ഹാഫ് ടൈം എക്സാമിന് വന്ന ചോദ്യമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ SSLC ബാച്ചിന്റെ 2019 SSLC ബാച്ചിന്റെ ഫസ്റ്റ് ടൈം എക്സാമിന് വന്ന ചോദ്യമായിരുന്നു, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ചിന്തകന്റെ പേര്. അപ്പൊ നമുക്കത് പരിചയപ്പെടാം. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, അത് ബൈ ജെയിംസ് ഓർട്ടിസ്. അപ്പൊ ആ ഒരു വാക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി അമേരിക്കൻ നാടുകളിൽ ഇംഗ്ലണ്ടുകാരുടെ ആ ഭരണങ്ങൾക്ക് കീഴിൽ ആ പ്രദേശത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഒരു പ്രാതിനിധ്യവും ഉണ്ടായിരുന്നില്ല, ഒരു അവകാശങ്ങളും അവർക്ക് വകവെച്ചു കൊടുത്തിരുന്നില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കയ്യിൽ കിട്ടിയല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾ, അതുവഴി അവർ നേടിയെടുക്കുന്ന വിജയം, അങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന വടക്കേ അമേരിക്കയിലെ അവർ നേടുന്ന സ്വാതന്ത്ര്യം, അതാണ് നമ്മൾ ആദ്യത്തെ വിപ്ലവത്തിൽ നമ്മൾ പറയുന്നത് അമേരിക്കൻ റവല്യൂഷൻ. നമ്മൾ അതിന്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയുടെ ചരിത്രം നമ്മൾ തുടങ്ങുന്നത് ഫ്രം ദി 16th സെഞ്ചുറി. കേട്ടോ, ഫ്രം ദി 16th സെഞ്ചുറി, 16ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻസ് എന്ന് പറയുമ്പോ the peoples from the different parts of Europe, യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ began to migrate, അവർ പലായനം ചെയ്യാൻ തുടങ്ങി. എവിടേക്ക്? to North America. അഥവാ നോർത്ത് അമേരിക്കയിലേക്ക് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ in the 16th century began to migrate into North America. ഇന്നട്ടോ എന്തിനു വേണ്ടിയാണ് അവർ മൈഗ്രേറ്റ് ചെയ്തത്? എല്ലാവരും കൂടി വെറുതെ തുണി ഉപ്പായ പാക്കറ്റാക്കി വെട്ടി പാത്രം എടുത്തിട്ട് ടൂർ പോയതാണോ? അല്ല, അവരുടെ യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരെന്തിനാണ് പോയത്? നിങ്ങൾ ഈ കൈകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ആ കൈകൾ കണ്ടില്ലേ? ടു ക്യാപ്ചർ, പിടിക്കാൻ വേണ്ടിയിട്ടാണ്, പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നിട്ടോ അവരെന്ത് ചെയ്തു? അമേരിക്കയിലെ വിഭവങ്ങൾ,
വടക്കേ അമേരിക്കയിലെ ഭക്ഷണങ്ങളും അവിടുത്തെ വിഭവങ്ങളും ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ സംഭവങ്ങളൊക്കെ ഇവര് പിടിച്ചടക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണം. അവരിങ്ങനെ പിടിച്ച് അവരവരുടേതാക്കി മാറ്റിക്കൊണ്ടിരിക്കാൻ. അപ്പൊ നമ്മൾ പറയാണ്, from the 16th century Europeans began to migrate into North America. എന്തിനു വേണ്ടി? To exploit the resources. എന്തിനാണ്? To exploit the resources, to capture the resources. അവരുടെ വിഭവങ്ങളെ കൈയടക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോർത്ത് അമേരിക്കയിലേക്ക് 16ാം നൂറ്റാണ്ട് മുതൽ from the different parts of Europeans, from the different parts of Europe, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അമേരിക്കയിലേക്ക് പോകുന്നത്. അങ്ങനെ ഏകദേശം എല്ലാവരും പോയി അവിടെ സെറ്റായി നിന്ന് ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ 2 centuries, 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം, അഥവാ by the 18th century, 18ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ട് established 13 colonies in east coast of North America. ഇംഗ്ലണ്ടുകാർ, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നോർത്ത് അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പൊ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 16ാം നൂറ്റാണ്ടിൽ ആളുകൾ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി അവിടുത്തെ വിഭവങ്ങളൊക്കെ കൈയടക്കി നിൽക്കുമ്പോ 18ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാര് അവിടേക്ക് കടന്നു വരികയാണ്. ഇംഗ്ലണ്ടുകാർ അവിടേക്ക് കടന്നു വന്നിട്ട് എന്ത് ചെയ്യാണ്? അവിടുത്തെ സംഭവങ്ങളെയൊക്കെ, അവിടുത്തെ ആളുകളെയൊക്കെ, ആ പണ്ട് കുടിയേറിയുന്ന ടീമിനെയൊക്കെ വെട്ടിമുറിച്ച് 13 കോളനികളാക്കി മാറ്റി. എല്ലാരും മുറിച്ച് 13 കോളനികളാക്കി മാറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കോളനികളാക്കി മാറ്റിയത്? എന്തിനു വേണ്ടിയിട്ടാണ് അവര് ഈ ബ്രിട്ടീഷുകാർ അവിടേക്ക് കടന്നു വന്ന അവിടുത്തെ ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തെ നശിപ്പിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാർ അവിടേക്ക് കടന്നു വരാൻ അവർക്ക് 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ലക്ഷ്യങ്ങൾ? ഒന്ന്, അഥവാ ഈ 13 കോളനികളാക്കി മാറ്റുന്നതിന്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ 2 ഒന്നെന്താണ്? The British treated American colonies as centers for collecting raw materials for their industries. അപ്പൊ എന്ത് ചെയ്തു? ഈ കോളനികളിൽ നിന്ന് അവരെന്ത് ചെയ്തു? അവരുടെ വ്യവസായശാലകൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തു. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് അറിയുന്ന പോലെ പറഞ്ഞാൽ മതി. അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് treated these 13 colonies as their collecting centers of the raw materials for their industries. അപ്പൊ ഒന്ന്, അവരുടെ ഇൻഡസ്ട്രികൾക്ക് വേണ്ടി റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള സെന്റേഴ്സ് ആക്കി മാറ്റി ഈ കോളനികളെ. അപ്പൊ അവർക്ക് അവിടുന്ന് വേണ്ട റോ മെറ്റീരിയൽസ് ഒക്കെ, പിന്നെ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ. നമ്മള് ഒരു കട്ടിലുണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട മരങ്ങൾ, അതിന് വേണ്ട ഫെവിക്കോള്, അതിന് വേണ്ട ആണി, സ്ക്രൂ, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ, അതുപോലെ ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്, അതുപോലെ പല സാധനങ്ങൾക്കും വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ പെറുക്കിയെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റി. അവരുടെ 2ാമത്തെ ലക്ഷ്യം, വാട്ട് വാസ് ദ സെക്കൻഡ് എയിം ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ്? എന്താണ് 2ാമത്തെ ഗവൺമെന്റ് അവരുടെ ലക്ഷ്യങ്ങളായിരുന്നു? തന്നെ the British treated American colonies as markets for selling their products. അഥവാ ഇവരുടെ വ്യവസായശാലകളിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ അലമാരയിൽ എടുത്തു ഷോക്കേസിൽ വെക്കാനല്ലല്ലോ, അതുകൊണ്ടുപോയി വിൽക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്തു? ഈ കോളനികളിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള മാർക്കറ്റുകളാക്കി. അഥവാ വേറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊന്നും അവിടെ വിൽക്കാൻ പാടില്ല, ഞങ്ങളെ സാധനം ഇവിടെ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ഇവര് ഈ കോളനികളിൽ നിന്ന് റോ മെറ്റീരിയൽസ് സ്വീകരിച്ച് കൊണ്ടുപോയി ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ ഇരട്ടി വിലക്ക് കൊടുത്ത് വിൽക്കുകയും ചെയ്തു. കണ്ടോ? അപ്പൊ കോളനികൾ ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാര് 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് എന്ത് ചെയ്തു? They treated American colonies as their collecting centers of raw materials for their industrial works. And the second one, they treated the American colonies as their market for selling their products. Simple. ഇന്നട്ടോ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിട്ട് പിന്നെ അവരുടെ റോ മെറ്റീരിയൽസ് കൊണ്ടുപോകാനുള്ള സ്ഥലവും അവിടെ പ്രൊഡക്റ്റ് കൊണ്ട് വിൽക്കാനുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ വെച്ചാൽ മതിയോ? പോരാ. അതിനുവേണ്ടി എന്ത് ചെയ്തു? അവർ കുറച്ച് നിയമങ്ങൾ അവിടെ ഉണ്ടാക്കി. ഈ അമേരിക്കൻ കോളനീസിൽ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി. അഥവാ പുറത്തുനിന്നുള്ള ആളുകൾ വരാൻ പാടില്ല, അവർക്ക് വിൽക്കാൻ പാടില്ല, ഇവർക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പാടില്ല തുടങ്ങിയ കുറച്ച് നിയമങ്ങൾ. അതല്ലെങ്കിൽ ഒരിക്കൽ ഒന്ന് പഠിച്ചൂടെ? അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ കോളനികളാക്കി മാറ്റുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഇവർ കുറച്ച് നിയമങ്ങളെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. കച്ചവടവുമായി ബന്ധപ്പെട്ട
നിയമങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഫസ്റ്റ് ടൈം എക്സാമുകളിൽ പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അവര് ഈ കോളനികളിൽ സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ ഈ അമേരിക്കൻ കോളനികളിൽ സ്ഥാപിച്ച ആ കച്ചവട നിയമത്തിന്റെ പേരാണ് മെർക്കന്റലിസം. മെർക്കന്റലിസം നമ്മളൊരു പുസ്തകം പോലെ വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. അത് സിമ്പിൾ ആണ്. ബിസിനസ് ലോസ് വിത്ത് ഹെൽപ്പ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ്. അഥവാ അവരുടെ ഈ മദർലാൻഡിന്റെ അവരുടെ മാതൃരാജ്യത്തിന്റെ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് മെർച്ചന്റ്സ് എന്ത് ചെയ്തു? അവിടെ കുറച്ച് കച്ചവട നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെർക്കന്റലിസം എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി എക്സ്പാൻഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ ആണ്. What do you mean by mercantilism ചോദിച്ചാൽ സിമ്പിൾ ഭാഷയിൽ വളരെ ലളിതമായി നമുക്ക് ഇങ്ങനെ പറയാം. several business laws implemented നമ്മൾ സ്ഥാപിച്ചു. എസ്റ്റാബ്ലിഷ് എന്നൊക്കെ പറയുന്ന implemented കൊണ്ടുവന്നു, നിലനിർത്തി കൊണ്ടുവന്നു. അപ്പൊ several business laws implemented by British merchants with help of their motherland in American colonies. These laws are known as mercantilism. അപ്പൊ വളരെ സിമ്പിൾ ആണ്. മെർക്കന്റിലിസം ചോദിച്ചാൽ അത് നമ്മൾ അമേരിക്കൻ കോളനിയുടെ ചരിത്രമാണ്. അവരുടെ ഒരു ചൂഷണത്തിന്റെ ഭാവത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫ്രം ദി ബിഗിനിങ് ഓഫ് 16th century they migrated to North America and established they exploited their resources. നോർത്ത് അമേരിക്കൻസിന്റെ റിസോഴ്സസ് ചെയ്തു. ബൈ ദി 18th century ഇംഗ്ലണ്ട് വന്നിട്ട് എന്ത് ചെയ്തു? അവിടെ എസ്റ്റാബ്ലിഷ് 13 കോളനീസ് എന്ന് പറഞ്ഞു. അവർക്ക് 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ അവർ നടപ്പാക്കിയ കച്ചവട നിയമമാണ് മെർക്കന്റലിസം എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ ഈ മെർക്കന്റലിസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പഠനത്തിലും ഭാഗമാണെന്ന് പറഞ്ഞു. 5 നിയമങ്ങളെയാണ് നമ്മൾ പുസ്തകങ്ങളിൽ പരിചയപ്പെടുന്നത്. ഇനി നമ്മൾ അതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ several business laws implemented by British government and British merchants with the help of their motherland in American colonies. These laws are known as mercantilism. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഒരു ആവർത്തി പറഞ്ഞു നോക്കിയാൽ പഠിയുന്ന സിമ്പിൾ ലാംഗ്വേജ് ആണ്. നമ്മളെ കുട്ടികൾ അത് പറഞ്ഞു പഠിക്കണം. കാരണം അത് ഫസ്റ്റ് ടൈം എക്സാമിനൊക്കെ എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇനി നമ്മൾ പറഞ്ഞ മെർക്കന്റിലിസം നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി എന്തൊക്കെയാണ് മെർക്കന്റിലിസ്റ്റ് ലോസ് എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ദ ഫസ്റ്റ് ലോ, ഒന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് ലോ, ബ്രിട്ടീഷുകാർ അവിടെ നടപ്പാക്കിയ അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കിയ ഒന്നാമത്തെ നിയമം. The goods to and from the colonies must be carried only in British ships. കണ്ടോ? അഥവാ ചിരക്കുകൾ കോളനികളിലേക്കോ കോളനികളിൽ നിന്നോ വഹിച്ചു കൊണ്ടുവരുന്ന ചിരക്കുകൾ മസ്റ്റ് ബി ക്യാരിഡ് ഇൻ ബ്രിട്ടീഷ് ഷിപ്സ്. ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലണ്ടുകാരുടെ കപ്പലുകളിൽ മാത്രമേ ചിരക്കുകൾ കോളനികളിലേക്കോ കോളനികളിൽ നിന്നോ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിട്ടൊന്ന് സിമ്പിൾ ആക്കി പറഞ്ഞതാണ്. അതുപോലെ അതിന്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ദ ഷിപ്പ് ബിൽറ്റ് ഇൻ കോളനീസ്, അല്ലെങ്കിൽ കോളനി ബ്രിട്ടീഷ് ഷിപ്പുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ഒന്നും കൂടി ഉണ്ട്. നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് ചുരുക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഒന്നാമത്തെ നിയമം നമ്മൾ പറഞ്ഞു, ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും അർത്ഥം. ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഇൻ ബ്രിട്ടീഷ് ഷിപ്സ്. നമ്പർ 1. ഇനി രണ്ടാമത്തെ മെർക്കന്റിലിസ്റ്റ് തിയറി, നിയമം, ലോ. രണ്ടാമത്തെ എന്താണ്? പ്രൊഡക്ട്സ് ഓഫ് ദി കോളനീസ്, കോളനികളിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? ലൈക്ക് ഷുഗർ നമ്മള് രസമായിട്ട് വെറുതെ വരച്ചു വെച്ചാൽ ഷുഗർ, വൂൾ, ടൊബാക്കോ എക്സെട്ര only be exported to England. കണ്ടോ? രണ്ടാമത് ഇവർ നിർമ്മിച്ച ഒരു നിയമം എന്താണ്? കോളനികളിൽ നിർമ്മിക്കുന്ന പഞ്ചസാര പോലെയുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ കമ്പിളികൾ, അതുപോലെ പുകയിലകൾ, ഇതൊക്കെ എന്തേ ചെയ്യാൻ പാടുള്ളൂ? ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. അപ്പൊ ഇംഗ്ലണ്ടുകാർ എത്രയാണോ വില കൊടുക്കുന്നത് ആ വിലയ്ക്ക് അത് വാങ്ങുള്ളൂ. പുറത്തുള്ള മാർക്കറ്റ് അനുസരിച്ച് വിൽക്കാനോ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനോ അമേരിക്കയിലെ കോളനിക്കാർക്ക് കഴിയുമായിരുന്നില്ല. മൂന്നാമത്തെ നിയമം, ബ്രിട്ടീഷ് സ്റ്റാമ്പ്
ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പുകൾ, മുദ്രകൾ മസ്റ്റ് ബി affixed, അത് നിർബന്ധമായും ചേർത്തു വെക്കണം, പതിക്കണം എന്നർത്ഥം. അഫിക്സ് എന്ന് പറഞ്ഞാൽ ചേർക്കുക, പതിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ മസ്റ്റ് ബി affixed on all documents like newspapers, license, pamphlets. അഥവാ കോളനികളിൽ വരുന്ന ന്യൂസ് പേപ്പറുകളില്, കോളനികളിലെ പ്രമാണങ്ങള്, കോളനികളിൽ ലൈസൻസുകള്, കോളനിയിലെ ലഘുലേഖകൾ. ലഘുലേഖ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചൊക്കെ എഴുതി ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ചെറിയൊരു കുറിപ്പ് പേപ്പറുകൾ. ഈ പേപ്പറുകളിലൊക്കെ എന്ത് വേണം? മസ്റ്റ് ബി affixed the stamp of ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സ്റ്റാമ്പ് ഓഫ് ബ്രിട്ടൻ. അപ്പൊ ബ്രിട്ടന്റെ സ്റ്റാമ്പ് അവര് പതിച്ച ലഘുലേഖകളും പത്രങ്ങളും ലൈസൻസുകളും ഒക്കെ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൂടി കൊണ്ടുവന്നിരുന്നു. നാലാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം, കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് അഥവാ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. നമുക്ക് കഴിയുന്ന പോലെ പറഞ്ഞാൽ മതി, അതിലുള്ള മാതിരി പറയണമെന്നില്ല. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ്, അവർ നിർബന്ധമായും അനുവദിച്ചു കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം ഫുഡും ക്വാർട്ടേഴ്സും അഥവാ താമസ സൗകര്യങ്ങൾ. ഇനി അക്കോമഡേഷൻ എന്ന് പറയാം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആർക്ക്? ഫോർ ബ്രിട്ടീഷ് ട്രൂപ്സ്, ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് അവരെന്ത് ചെയ്തു കൊടുക്കണം? കോളനികളും താമസ സൗകര്യങ്ങളും കൊടുക്കണം. അഥവാ ഈ അമേരിക്കൻ കോളനികളിൽ നിൽക്കുന്ന, കാവല് നിൽക്കുന്ന, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പട്ടാളക്കാരുടെ ഭക്ഷണവും താമസവും കോളനിക്കാരന് കൊടുക്കണം എന്നുള്ളതാണ് നാലാമത്തെ മെർക്കന്റിലിസ്റ്റ് ലോ. ആൻഡ് ദ ഫിഫ്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ എന്താണ്? ഇമ്പോർട്ട് ടാക്സ് അഥവാ ഇറക്കുമതി ചുങ്കം. എന്തെങ്കിലും സാധനങ്ങൾ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അഥവാ ഈ കോളനികളിലേക്ക് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഗ്ലാസ്, അതേപോലെ തേയില, പേപ്പർ തുടങ്ങിയ സംഭവങ്ങൾ ഇറക്കണമെങ്കിൽ അതിനു പോലും ആർക്ക് ചുങ്കം കൊടുക്കണം? ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ചുങ്കം കൊടുക്കണം എന്നതായിരുന്നു അഞ്ചാമത്തെ നിയമം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. 5 നിയമങ്ങളെയാണ് നമ്മൾ പുസ്തകത്തിൽ പരിചയപ്പെടുന്നത്. നമ്മൾ മെർക്കന്റിലിസ്റ്റ് ലോ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു സെവറൽ ബിസിനസ് ലോസ് ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് മെർച്ചന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് their motherland അഥവാ ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, അവരുടെ സഹായത്താൽ കച്ചവടക്കാര് ഇംപ്ലിമെന്റ് ചെയ്ത കുറെ ബിസിനസ് നിയമങ്ങളെയാണ് these laws are known as mercantilism. അപ്പൊ ഇതാണ് മെർക്കന്റിലിസം. വളരെ പ്രധാനപ്പെട്ടതാണ്, നിർബന്ധമായും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ കൊണ്ട് അമേരിക്കൻ കോളനികളെ ജനങ്ങളെ, അമേരിക്കൻ കോളനികളിലെ ജനങ്ങളെ ഈ സർക്കാരുകൾ പുറത്തുനിന്ന് വന്ന ഇംഗ്ലീഷുകാരെ ചൂഷണം ചെയ്തപ്പോ, ഇംഗ്ലണ്ടുകാരെ ചൂഷണം ചെയ്തപ്പോ അവിടെയുള്ള ഒരുപാട് ചിന്തകന്മാര് ഇവർക്ക് പ്രചോദനം കൊടുക്കുക. അഥവാ അടിമകളെ പോലെ കഴിയുന്ന, സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും അവകാശമില്ലാത്ത ഈ ജനങ്ങൾക്ക്, അവർ സ്വന്തമായി ചിന്തിക്കാത്ത ഈ ജനങ്ങൾക്ക് ഉത്തേജനം കൊടുക്കുകയാണ്. അഥവാ നമ്മൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന ചിന്തകൾ കൊടുക്കുന്ന ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 ചിന്തകരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. നെക്സ്റ്റ്, തിങ്കേഴ്സ് അഥവാ ഈ പാഠത്തിലെ നമ്മൾ പറയുന്ന, പലപ്പോഴും പരീക്ഷകൾക്ക് ഇവരുടെ വാക്കുകൾ വരാറുണ്ട്, അവരുടെ പേരുകൾ ശ്രദ്ധിച്ചു വെക്കണം, അവരുടെ ആശയങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അത് എക്സാമുകൾക്ക് വരാറുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ തിങ്കേഴ്സ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഈ 13ഓളം കോളനികളിലെ ആളുകൾക്ക് നിരന്തരം പ്രചോദനം നൽകിയ ഒരാളായിരുന്നു ജോൺ ലോക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ജോൺ ലോക്കിനെ. സോഷ്യോളജിയിലൊക്കെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചിന്താഗതികളൊക്കെ കൊണ്ടുവന്ന, ഒരുപാട് തിയറിയൊക്കെ കൊണ്ടുവന്ന ആളാണ് ജോൺ ലോക്ക്. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. All human beings are born with blank slated minds എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് നിസ്വാർത്ഥരായ ഹൃദയം കൊണ്ടാണ്. പിന്നീട് നമ്മുടെ സറൗണ്ടിങ്സ് ആണ് നമ്മളെ നല്ലവനാക്കുന്നതും നമ്മളെ ചീത്തയാക്കുന്നതും. പിന്നീട് നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും നമുക്ക് നല്ല ജോലികൾ കിട്ടുന്നതും നമ്മൾ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും എത്തിപ്പെടുന്നതും നമ്മൾ മോശപ്പെട്ടു പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പ്രവാചകർ മുഹമ്മദ് നബിയുടെ ഒരു വാക്കുണ്ട്, ഇതേപോലെയുള്ള ഇതേ അർത്ഥം തരുന്ന ഒരു വചനമുണ്ട്. ആ വചനം
വചനത്തിൽ ഇങ്ങനെയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് ഞാൻ ഓർത്തു പോവുകയാണ് ഈ ഒരു സമയത്ത്. ജോൺ ലോക്കിന്റെ ഈ ഒരു വാക്ക് പറയുമ്പോൾ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്നത്, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് നിസ്വാർത്ഥമായ ഹൃദയം കൊണ്ടാണ്. പിന്നീട് അവന്റെ മതങ്ങളും അവന്റെ ചിന്തകളും ചുറ്റുപാടുകളും ഒക്കെ വരുന്നത് അവന്റെ രക്ഷിതാക്കളും മറ്റൊക്കെ വഴിയാണെന്ന് പറയുന്ന ആ വാക്കുകളും ഈ ഒരു സമയത്ത് ഓർത്തു പോകുന്നു. എന്തായാലും ജോൺ ലോക്ക് അവർക്ക് കൊടുക്കുന്ന, അവരോട് പറയുന്ന, അവരെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഒരു വാക്കിതാണ്, everyone has some fundamental rights. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ചില മൗലികമായ അവകാശങ്ങളുണ്ട്. ഒരാളും അടിമകളായി ഇങ്ങനെ കഴിയേണ്ടവരല്ല. everyone, എല്ലാവർക്കും ഉണ്ട് some fundamental rights. അതുകൊണ്ട് no government has the right to suspend them. ഒരു ഗവൺമെന്റിനും അത്തരത്തിലുള്ള മൗലികമായ അവകാശങ്ങളെ തടഞ്ഞു വെക്കാനുള്ള അവകാശമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ജനങ്ങൾക്ക് ഈ ചിന്തകൾ, അഥവാ നമ്മൾ ഇങ്ങനെ അടിമകളായി ജീവിക്കേണ്ടവരല്ല, ഒരു ഗവൺമെന്റിന് നമുക്ക് നമ്മളെ അടിമപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്ന വാക്കുകൾ ജനങ്ങളെ സ്വാധീനിക്കാൻ, അതുപോലെ ചിന്തകൾ കൊണ്ടുവന്ന, അവർക്ക് പ്രചോദനം നൽകിയ മറ്റൊരു ചിന്തകനായിരുന്നു തോമസ് പെയിൻ. തോമസ് പെയിൻ അദ്ദേഹം പറയുന്നത്, there is something absurd. ആലോചിച്ച് നോക്കുമ്പോ ഇവിടെ ചില നമുക്ക് പരിഹാസ്യം തോന്നുകയാണ്. അബ്സർഡ് എന്ന് പറഞ്ഞാൽ പരിഹാസം എന്നൊക്കെയാണ് അർത്ഥം. പരിഹാസം തോന്നുകയാണ്. എന്താണ് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ പരിഹാസം തോന്നാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ കുറിച്ച് പരിഹാസം തോന്നാനുള്ള കാരണം എന്താണ്? ഇൻ സപ്പോസിങ് എ കോണ്ടിനെന്റ്, ഒരു ഭൂഖണ്ഡത്തെ സംബന്ധിച്ച്, അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശത്തെ സംബന്ധിച്ച്, ഒരു വലിയ ഭൂഖണ്ഡത്തെ തന്നെ സംബന്ധിച്ച് വളരെ പരിഹാസ്യപരമായ ഒരു കാര്യമാണ് എന്ത്? be perpetually governed by a foreign power. perpetually എന്നതാ ശാശ്വതമായി എന്നർത്ഥം. അഥവാ be perpetually governed by a foreign power. ഒരു വിദേശ ശക്തി, ഇംഗ്ലണ്ടിനെ പോലുള്ള ഒരു വിദേശ ശക്തി ഈ ഒരു വലിയ പ്രദേശത്തെ ശാശ്വതമായി ഭരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് യുക്തിക്ക് നിരക്കാത്തതാണ്. അത് പരിഹാസ്യമായ ഒരു കാര്യമാണ് എന്നാണ് തോമസ് പെയിൻ അവരോട് പറയുന്നത്. അപ്പൊ ആ ജനങ്ങൾക്ക് നിരവധി ചിന്തകൾ കൊടുക്കുകയാണ്. അവർക്ക് പോരാട്ടങ്ങൾക്കുള്ള ആവേശം കൊടുക്കുന്നത് ഈ ചിന്തകന്മാരാണ്. നമ്മൾ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ പോലെ ജനങ്ങൾ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് അവർക്ക് പുതിയ ചിന്തകൾ കൊടുക്കുകയാണ്, പുതിയ വ്യൂസ് കൊടുക്കുകയാണ്, പുതിയ കാഴ്ചപ്പാടുകൾ കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറഞ്ഞത്. ആ റിനൈസൻസ് ഒന്നുകൂടി വന്നപ്പോഴാണ് അത് 18ാം നൂറ്റാണ്ടിൽ എൻലൈറ്റ്മെന്റ് ആയി എന്ന് നമ്മൾ പറഞ്ഞു. സയന്റിഫിക് പരമായ ഒരുപാട് കണ്ടെത്തലുകൾ, അതാണ് പിന്നീട് റവല്യൂഷനുകളിലേക്ക് നയിച്ചത് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ അമേരിക്കൻ ഐക്യനാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജോൺ ലോക്കിനെ പോലുള്ള, തോമസ് പെയിനെ പോലുള്ള ആളുകൾ കൊടുക്കുന്ന ചിന്തകൾ, കൊടുക്കുന്ന ആവേശങ്ങൾ, ഈ പേരുകൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര്, അതേപോലെ ഇവരുടെ പേര്, ഈ പേരുകളും അവരുടെ ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഈ ചിന്തകന്മാരുടെ നിരന്തര പ്രേരണകൾ അവരുടെ മനസ്സിൽ പുതിയ എനർജികൾ കൊണ്ടുവരിക, പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരിക. അങ്ങനെ ഇനി നമ്മൾ പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. I think it was the first historical protest against the against the British government. അത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ? നമ്മള് പിന്നെ ഈ തേയില ഫാക്ടറി ഒക്കെ കാണാൻ പോകുമ്പോൾ അവിടുത്തെ ചുമരുകളിലൊക്കെ ചിലപ്പോ കൊത്തിവെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഊട്ടിയിലൊക്കെ പോകുമ്പോ അവിടെ നിങ്ങൾക്ക് കാണാം, അവിടുത്തെ ചുമരുകളിൽ പിന്നെ ഈ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ചരിത്രങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പുസ്തകത്തിൽ ഇത് എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും ചരിത്ര പ്രധാനമുള്ള ഒരു ഇവന്റ് ആയതുകൊണ്ടാണ്, ഒരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ പ്രതിപാദിക്കുന്നത്, നമ്മൾ പറയുന്നത്. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, നിരന്തര ചൂഷണങ്ങളായിരുന്നു ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികളിൽ നടത്തിയ നിരന്തര ചൂഷണങ്ങൾ. ആ ചൂഷണങ്ങൾ ഇങ്ങനെ ജനങ്ങളെ അടക്കി ഭരിക്കുന്ന സമയത്ത് തോമസ് പെയിനെ പോലുള്ള, ജോൺ ലോക്കിനെ പോലുള്ള ചിന്തകന്മാർ അവർക്ക് കൊടുത്ത എനർജി, അത് വഴി അവര് നടത്തുന്ന ആദ്യത്തെ പ്രതിഷേധമാണ് എന്ന് 1773 നടത്തുന്ന ആദ്യത്തെ പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നോക്കൂ, the high tax on tea implemented by the UK government, അഥവാ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ചുരുക്കിട്ട് അങ്ങനെ എഴുതിക്കണം നമ്മള്. അപ്പൊ the high tax on tea, ആരാണ് ഹൈ ടാക്സ് നടത്തിയത്? implemented by the British government made a strong
അമേരിക്കൻ കോളനിക്കാരുടെ മേല് ബ്രിട്ടീഷുകാർ ചുമത്തിയപ്പോൾ made a strong protest among the North Americans. നോർത്ത് അമേരിക്കക്കാർക്കിടയിൽ അതൊരു വലിയ പ്രതിഷേധത്തിനിടയാക്കി. പ്രൊട്ടസ്റ്റ്, പ്രതിഷേധം. ഇംപ്ലിമെന്റ് ചെയ്യാൻ ചുമത്തുക എന്നർത്ഥം. എന്നിട്ടോ അങ്ങനെ ആ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നത് in 16th December 1776 a group of people dressed like Red Indians. അപ്പൊ ഡിസംബർ 16 1773 റെഡ് ഇന്ത്യക്കാരുടെ വസ്ത്രം ധരിച്ചിട്ട്, അഥവാ റെഡ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാല് അമേരിക്കയിലെ നാറ്റീവ്സ് ആണ്. ഇവരൊക്കെ കുടിയേറി വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് റെഡ് ഇന്ത്യൻസ്. ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അഥവാ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ അത് ഇന്ത്യ ആണെന്ന് കരുതി ഇന്ത്യ എന്ന് വിളിച്ചു. പിന്നീട് അങ്ങനെ മാറിപ്പോകുന്ന ഒരു വലിയ ചരിത്രമൊക്കെ ഉണ്ട്. അത് നമ്മൾ വിശദീകരിക്കുന്നില്ല, അറിയാൻ വേണ്ടി പറയാം. റെഡ് ഇന്ത്യൻസ്. അപ്പൊ ഇവരെന്ത് ചെയ്ത് റെഡ് ഇന്ത്യൻസിന്റെ വസ്ത്രം ധരിച്ചു. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡ്രസ്ഡ് ലൈക്ക് റെഡ് ഇന്ത്യൻസ്. എന്നിട്ടോ ബോർഡ് ദ ഷിപ്പ്, അവർ കപ്പലിൽ കയറി. ഇൻ നൈറ്റ്, എപ്പോഴാ കയറിയത്? രാത്രിയാണ് ഈ സംഭവം. ബോർഡ് ദ ഷിപ്പ് അറ്റ് നൈറ്റ് ഇൻ ദി ബോസ്റ്റൺ ഹാർബർ. ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിലാണ് കയറിയത്. എന്നിട്ടോ ആൻഡ് ത്രൂ 342 boxes of teas they threw into the ship, into the sea. അവർ കടലിലേക്ക് 342 boxes of tea, തേയിലയുടെ വലിയ പെട്ടികൾ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. This protest is known as Boston Tea Party. ഇപ്പൊ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ മനസ്സിൽ പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ്, നമുക്കത് ഇങ്ങനെ പറയാം, നമ്മുടെ ലാംഗ്വേജിൽ പറയാം. The high tax implemented by British government on Americans that made a big protest. And in 16th December in 1773, date opened after 1773, a group of people dressed like Red Indians and board the ship at night in the Boston harbor and threw 342 boxes of tea into the sea. This event, this protest is known as Boston Tea Party. അത് പറഞ്ഞു പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം. ഇനി എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിക്കാൻ ബ്രിട്ടന്റെ ഭരണ നയങ്ങൾക്കെതിരെ അവര് ഒന്നിച്ചു നിന്ന് പോരാടാനുള്ള ശ്രമമാണ് ഇനി നമ്മൾ കാണുന്നത്. The entire continent assembles. ഭൂഖണ്ഡങ്ങൾ ഒന്നിക്കുന്നു എന്നർത്ഥം. അഥവാ അമേരിക്കയിലെ ആ മുഴുവൻ കോളനികളും ഒന്നിച്ചൊരു പോരാട്ടത്തിന് പോവാണ്. ചരിത്രത്തിൽ ഇതിനെ The first Continental Congress എന്നാണ് വിളിക്കുന്നത്. ഭൂഖണ്ഡങ്ങളുടെ ആദ്യത്തെ സമ്മേളനം എന്നർത്ഥം. അഥവാ The first Continental Congress, അമേരിക്കൻ ഐക്യനാടുകളിലെ 13ഓളം വരുന്ന കോളനികളുടെ ആദ്യത്തെ കൂടിച്ചേരൽ എന്നർത്ഥം. പക്ഷെ അതിൽ ഇനി നമ്മൾ വിശദീകരിച്ച് പറയാൻ പോവാണ്. The delegates of all colonies except Georgia. 13 കോളനികളിൽ നിന്നും ജോർജിയ എന്ന് പറയുന്ന കോളനി ഒഴികെയുള്ള എല്ലാ കോളനികളുടെയും ഡെലിഗേറ്റ്സ്, റെപ്രസെന്റേറ്റീവ്സ് അഥവാ അതിലെ പ്രതിനിധികൾ എന്നർത്ഥം. The delegates of all colonies except Georgia met അല്ലെങ്കിൽ gathered at Philadelphia. ആ പേര് ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഇനി അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വരുന്ന ഒരു പേരാണ് ഫിലാഡൽഫിയ. അപ്പൊ met at Philadelphia in 1774. കണ്ടോ, നമ്മളെ ബോസ്റ്റൺ ടീ പാർട്ടി 1773, 1774ലാണ് ഈ സംഭവം നടക്കുന്നത്. ഫിലാഡൽഫിയയിൽ they met in Philadelphia and they demanded. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഈ കോളനിയിലെ പ്രതിനിധികൾ ഒരു ഡിമാൻഡ് വെച്ചു. എന്താണ് ഡിമാൻഡ്? and they demanded. എന്താണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അവര് ചേർന്നെടുത്ത തീരുമാനം എന്തായിരുന്നു? ഇതാണത്. എന്താണ്? to avoid the regulations enforced on industry. ഇൻഡസ്ട്രിയൽ വ്യവസായങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള റെഗുലേഷൻസ്, അമിതമായ നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയില്ലേ, ആ റെഗുലേഷൻസ് എന്ത് ചെയ്യണം? to avoid. അപ്പോ എന്ത് ചെയ്യണം? The British government avoid all types of regulations that enforce on industries and commerce. വ്യവസായങ്ങളുടെയും വ്യാപാരങ്ങളുടെയും കച്ചവടത്തിന്റെ മേലിലും ഇൻഡസ്ട്രി വ്യവസായശാലകളുടെ മേലിലും അവർ ചുമത്തിയിട്ടുള്ള നിയമങ്ങൾ അവോയ്ഡ് ചെയ്യണം. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? മാത്രമല്ല and not
impose tax without approval of the people. ഇനി ജനങ്ങളുടെ സമ്മതമില്ലാതെ ഗവൺമെന്റിന് തോന്നുമ്പോ നികുതി കൂട്ടാൻ പാടില്ല. കണ്ടോ? നോട്ട് ഇമ്പോസ് ടാക്സ് ഓൺ പീപ്പിൾസ് വിത്തൗട്ട് ദെയർ അപ്രൂവൽ. അപ്പൊ രണ്ടു കാര്യമാണ് അവർ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു to avoid the regulations that enforce it on industries and commerce, and the second one രണ്ടാമത്തെ എന്താണ്? not impose the tax without the permission of the people. ഈ രണ്ടു സംഭവങ്ങളെയാണ്, ഈ രണ്ടു കാര്യങ്ങളാണ് അവര് അന്ന് തെരഞ്ഞെടുത്തത്, അന്ന് തീരുമാനിച്ചത്. ആരൊക്കെയാണ്? എല്ലാ കോളനീസും ജോർജിയ ഒഴികെയുള്ള. എന്നിട്ടോ ഈ സംഭവത്തെയാണ്, ഈ കൂടിച്ചേരലിനെയാണ് ഇറ്റ് ഈസ് known as the first Continental Congress. അപ്പൊ ഈ ഗാദറിംഗ് എക്സെപ്റ്റ് ജോർജിയ ഒഴികെയുള്ള ഈ ഗാദറിംഗിനെയാണ് നമ്മൾ the first Continental Congress എന്ന് വിളിക്കുന്നത്. കണ്ടോ? അങ്ങനെ ഈ നിവേദനം, ഈ ഡിമാൻഡ് അവര് പറഞ്ഞപ്പോ രാജാവ് എന്ത് ചെയ്തു? മിലിറ്ററി യൂസ് ചെയ്തു and suppressed all the peoples. എല്ലാ ജനങ്ങളെയും അവര് അടിച്ചമർത്തി. ഈ സംഭവം അത് എന്ത് ചെയ്തു? led the American colonies into a war between England. അപ്പൊ യുദ്ധസമാനമായ അന്തരീക്ഷം that led a fight between England and American colonies. അങ്ങനെയാണ് ചരിത്ര പ്രസിദ്ധമായ the second Continental Congress, രണ്ടാമത്തെ സമ്മേളനം. നോക്കൂ, the second Continental Congress in 1775. നമ്മൾ പറഞ്ഞു Boston Tea Party in 1773 and the first Continental Congress 1774 and the second Continental Congress in 1775. അതും നടക്കുന്നത് ഫിലാഡൽഫിയയിൽ തന്നെയാണ്. അപ്പൊ ഫിലാഡൽഫിയയിൽ വെച്ച് the 1775 the second Continental Congress. എന്നിട്ടോ they elected George Washington as commander in chief of Continental Army. അപ്പൊ നമ്മൾ പറഞ്ഞു യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. രാജാവ് ഇവരുടെ ഡിമാൻഡുകളൊക്കെ സപ്രസ് ചെയ്തു എന്ന് പറഞ്ഞു, ഒപ്രസ് ചെയ്തു എന്ന് പറഞ്ഞു, അടിച്ചമർത്തി എന്ന് പറഞ്ഞു. അപ്പോ ഇവരെന്ത് ചെയ്യാണ്? അവരോട് ഏറ്റുമുട്ടാൻ, ഇംഗ്ലണ്ടിനോട് ഏറ്റുമുട്ടാൻ കോണ്ടിനെന്റ് ഈ 13 കോളനികളും ജോർജിയ ഒഴികെയുള്ള ബാക്കിയുള്ള കോളനികളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പൊ 12 കോളനികളും കൂടിയിട്ട് അവരുടെ സൈന്യങ്ങളുടെ തലവനായി, കമാൻഡർ ഇൻ ചീഫായി ഇലക്ടഡ് ജോർജ് വാഷിംഗ്ടൺ. ഈ സമയത്താണ് തോമസ് പെയിൻ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധനായ ആ ചിന്തകൻ, ചരിത്ര പ്രസിദ്ധനായ ആ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു പാംഫ്ലെറ്റ്, ഒരു ലഘുലേഖ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നത്, അദ്ദേഹം പുറത്തിറക്കുന്നത്. അതുകൊണ്ട് ഇൻ ദിസ് ടൈം തോമസ് പെയിൻ ഡിക്ലെയർ ദ പാംഫ്ലെറ്റ്. എന്താണ് ആ ലഘുലേഖ? ലഘുലേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു വിഷയത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് എഴുതുന്ന ഒരു ചെറിയൊരു സംഭവം. അതെന്ത് ചെയ്തു? കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ അയാൾ വിതരണം ചെയ്യാൻ, അയാൾ പുറത്തിറക്കാൻ, ഡിക്ലെയർ ചെയ്യാൻ, പബ്ലിഷ് ചെയ്യാൻ. എന്താണ് ആ ലഘുലേഖയിലുള്ളത്? ഇറ്റ് സെയ്സ് അബൌട്ട് ദ ഫ്രീഡം ഓഫ് നോർത്ത് അമേരിക്ക ഫ്രം ഇംഗ്ലണ്ട്. നോർത്ത് അമേരിക്കക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് മാറി നിൽക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു ആ ലഘുലേഖയിൽ തോമസ് പെയിൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അമേരിക്കയുടെ സ്വതന്ത്ര ചരിത്രത്തിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു വലിയ സംഭവമാണ് the Continental Congress issued the famous declaration of their freedom, declaration of independence on 4th July 1776. 1976 ജൂലൈ 4 ഈ കോളനികളൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവര് ഡിക്ലെയർ their freedom, അവര് സ്വതന്ത്രരായി എന്ന് അവർ പ്രഖ്യാപിച്ചു. അഥവാ ഈ മറ്റുള്ള രാജ്യത്തിന്റെ, അഥവാ ബ്രിട്ടന്റെ കോളനിയായി നിൽക്കുന്നതിൽ നിന്ന്, ഇംഗ്ലണ്ടിന്റെ അടിമകളായി നിൽക്കുന്നതിൽ നിന്ന് ഞങ്ങൾ സ്വതന്ത്രരായി എന്ന് പറയുന്ന ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അത് അവർ ഇഷ്യൂ ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് ഇൻ 1776 ജൂലൈ 4. അങ്ങനെ ഇത് നേതൃത്വം കൊടുത്തത്, ഇത് ആരുടെ കീഴിലാണ്, ആരുടെ നേതൃത്വത്തിലാണ് ഈ സംഭവം ഉണ്ടാക്കി എന്നുള്ളത്, ആരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധത്തിന്, ഈ സ്വതന്ത്ര പ്രഖ്യാപനത്തിന് മുന്നിലുണ്ടായിരുന്നത് എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ദിസ് വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ. ഈ പ്രഖ്യാപനം നടത്തിയ ആളുകൾ തോമസ് ജെഫേഴ്സൺ ആൻഡ് ദ സെക്കൻഡ് വൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ, ഈ രണ്ടു പേരുകളും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. നമ്മുടെ ചിന്തകന്മാരായ തോമസ് പെയിനിനെ പറഞ്ഞ പോലെ, ജോൺ ലോക്കിനെ പറഞ്ഞ പോലെ, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഉണ്ടാക്കിയ ആളെ പോലെ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ OP
ഓട്ടിസിനെ പോലെ, ജെയിംസ് ഓട്ടിസിനെ പോലെ. അപ്പൊ ആ പേരുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. രണ്ടാം കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായി അവർ ഇലക്ട് ചെയ്ത ജോർജ് വാഷിംഗ്ടണിനെ പോലെ. അപ്പൊ ആ പേരുകള്, ആ വ്യക്തികളുടെ പേരുകള് മറക്കരുത്, ഓർമ്മയിൽ വേണം. അപ്പൊ ഈ സ്വതന്ത്ര പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുത്തത്, ഇതിനെ തയ്യാറാക്കിയത്, ഇതിനെ പ്രിപ്പയർ ചെയ്തത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിരുന്നു ഇൻ 1776. അപ്പൊ ഡേറ്റുകൾ 1773, 1774, 1775, 1776. അതിലാണ് സ്വതന്ത്ര പ്രഖ്യാപനം. അതോടുകൂടി ഇവര് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടുകൂടി ഇംഗ്ലണ്ടും പിന്നെ ഈ കോളനികളും തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ, അവര് പരസ്പരം പോരാട്ടം തുടങ്ങാൻ. അങ്ങനെ ആ പോരാട്ടം the war between England and colonies ended in 1781. 1781 ഈ യുദ്ധം അവസാനിക്കുന്നത്. The war between England and colonies ended in 1781. അങ്ങനെയാണ് യുദ്ധം അവസാനിക്കുന്നത്. പിന്നീട് അമേരിക്കയും പിന്നെ ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം, അമേരിക്കയിലെ കോളനികളും അവരെ അടക്കി ഭരിച്ചിരുന്ന ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം 1781 അവസാനിച്ചപ്പോ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള എന്താ പറയാ ഭരണഘടനയുടെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. നോക്കൂ, The Constitution Convention held at Philadelphia. നമ്മൾ പറഞ്ഞു ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും നടന്ന ഫിലാഡൽഫിയയിൽ തന്നെയാണ് അമേരിക്കയുടെ ഭരണഘടനയുടെ കൺവെൻഷൻ നടക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭരണഘടന. ഇപ്പൊ ഭരണഘടനയുടെ ആ സമ്മേളനം നടക്കുന്നത് ഫിലാഡൽഫിയയിലാണ്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ. അപ്പൊ ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കയുടെ ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്താണ്. അദ്ദേഹത്തിന്റെ പേരും ഓർമ്മയിൽ ഉണ്ടാവട്ടെ. അപ്പൊ the Constitution Convention held at Philadelphia under the leadership of James Madison. അങ്ങനെ 1781 ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിച്ച് ഇനി according to the Treaty of പാരീസ് ഉടമ്പടി പ്രകാരം, അപ്പൊ അമേരിക്കൻ ഐക്യനാടുകൾക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1781, 1783 ഇൻ 1781, അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് പാരീസ്, ഇംഗ്ലണ്ട് റെക്ടിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 colonies. ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? റെക്ടിഫൈഡ് the freedom of 13 colonies. 13 കോളനികൾക്കും ഇംഗ്ലണ്ട് സ്വാതന്ത്ര്യം കൊടുക്കാണ്. അങ്ങനെ ഇംഗ്ലണ്ടിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ, ഇംഗ്ലണ്ട് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ, അമേരിക്കയിലെ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ, അത് ജോർജ് വാഷിംഗ്ടൺ became the first president ആയി വരികയാണ്. എന്തിന്റെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യത്തെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക ആയിട്ട് ആരാണ് വരുന്നത്? ജോർജ് വാഷിംഗ്ടൺ ആണ് വരുന്നത്. അപ്പൊ അമേരിക്കയുടെ റവല്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചരിത്രം തുടങ്ങുന്നത് 16-ാം നൂറ്റാണ്ടില്. many pupils migrated to North America. നമ്മൾ പറഞ്ഞു ഫ്രം ദി ഡിഫറെന്റ് പാർട്സ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 18-ാം നൂറ്റാണ്ട് വരെ അവിടെ ഇങ്ങനെ പോയി. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് എസ്റ്റാബ്ലിഷ്ഡ്, ബ്രിട്ടൻ എസ്റ്റാബ്ലിഷ്ഡ് 13 കോളനീസ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞ അവരുടെ കച്ചവട നിയമങ്ങൾ, മെർക്കന്റലിസം നമ്മൾ പറഞ്ഞു. ആ അടിച്ചമർത്തലുകൾ നടത്തിയപ്പോ അവർക്ക് ഉത്തേജനം കൊടുത്ത ജോൺ ലോക്കിനെ പോലുള്ള, തോമസ് പെയിനെ പോലുള്ള ചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ 1773 ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പറഞ്ഞു. അങ്ങനെ 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നമ്മൾ പറഞ്ഞു. 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നമ്മൾ പറഞ്ഞു. 1776 ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞു. 1781 അവര് അതുമുതൽ തുടങ്ങിയ യുദ്ധം 1781 യുദ്ധം അവസാനിക്കുന്നത് നമ്മൾ പറഞ്ഞു. അങ്ങനെ അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783 ഇംഗ്ലണ്ട് റെക്ടിഫൈഡ് ദ ഫ്രീഡം ഓഫ് അമേരിക്ക എന്ന് നമ്മൾ പറഞ്ഞു. 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പോയിന്റുകൾ, ഈ ഡേറ്റുകൾ, ഇതിൽ നമ്മൾ പറഞ്ഞ പേരുകൾ, അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ അമേരിക്കൻ എന്താ പറയാ റവല്യൂഷൻ എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഈ 2020 വന്ന
പരീക്ഷയിലൊക്കെ 6 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അമേരിക്കൻ റവല്യൂഷനുമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റോടുകൂടി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ലാംഗ്വേജ് തന്നെയാണ്. അപ്പൊ അത് പഠിച്ച് അത് മനസ്സിലാക്കി അതിന്റെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു.